വേദശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുവോ നീ അങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും അവൻ ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, നീ പറഞ്ഞ ഉത്തരം ശരി തന്നെ, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ നിത്യജീവൻ പ്രാപിക്കും. ഭദ്രമായ തൊഴിലെന്ന സ്വപ്നമാണ് ഉണ്ണുണ്ണിച്ചായനെ പ്രവാസ മണ്ണിലെത്തിച്ചത്. എങ്കിലും താൻ അവിടെ നിന്നും ആർജിച്ചത് അമൂല്യമായ ദൈവകൃപയായിരുന്നു. അത് തന്നെ ഒരു തികഞ്ഞ ആത്മീയ മനുഷ്യനാക്കി മാറ്റി. എങ്കിലും താൻ പ്രാപിച്ച ദൈവകൃപ നെഞ്ചോട് അടക്കിപ്പിടിച്ച് സ്വദേശത്തേക്ക് പാദം ഊന്നിയ ഉണ്ണുണ്ണിച്ചായി പ്രലോഭനങ്ങളോട് പടവെട്ടി ഒടുവിൽ ചെറുത്തുനിൽപ്പിന്റെ ഊർജം ചോർന്നു പോയപ്പോൾ ലോക സ്നേഹത്തിന് വശം വെച്ചു കൊടുത്തു. തൽഫലമായി നസറനായ യേശുവിനെ ഒരിക്കൽ കൂടെ ക്രൂശിച്ച് പിന്മാറ്റമെന്ന പടുകുഴിയിലേക്ക് എത്താൻ പതിച്ചു. ദോഹ പെന്തക്കോസ്തൽ അസംബ്ലി യുവജന പ്രസ്ഥാനമായ PYPA അഭിമാന പുരസ്സരം അതിലുപരി പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു. പിന്മാറ്റത്തിന്റെ പടുകുഴി. എനിക്ക് പറഞ്ഞ കൃപയൊക്കെ മതി. നീ ഇങ്ങോട്ട് വന്നേ വന്നേ. ഇവിടെ ഈ കൃപ അവിടെ, ഈ കൃപ അവിടെ, ഈ കൃപ ഇവിടെ ഉണ്ടല്ലേ, ഈ കൃപ ഇവിടെ. എനിക്ക് ഈ കുറഞ്ഞ കൃപയൊക്കെ മതി. ദൈവകൃപയിൽ നിന്ന് പിൻവാങ്ങിയ ഉണ്ണുണ്ണിച്ചായൻ ഇന്ന് എവിടെയാണ്? കാലം കാട്ടിയ വികൃതികൾ തന്നെ എവിടെ കൊണ്ടെത്തിച്ചു? ഇതു ഉണ്ണുണ്ണിച്ചായൻ പതിച്ച പടുകുഴിയിലേക്ക് ഒരു എത്തിനോട്ടം. നമസ്കാരം, ആത്മീയ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്കൊപ്പം നോബി. പ്രധാന വാർത്തകളിലേക്ക്. ദോഹ പെന്തക്കോസ്തൽ അസംബ്ലി യുവജന പ്രസ്ഥാനമായ PYPയും സൺഡേ സ്കൂളും സംയുക്തമായി നടത്തുന്ന വാർഷിക സമ്മേളനത്തിന് വർണ്ണശലഭമായ തുടക്കം. പാസ്റ്റർ MB സോമൻ പ്രാർത്ഥിച്ച് ആരംഭിച്ച മീറ്റിംഗിന്റെ പ്രസക്ത ഭാഗങ്ങളുടെ തത്സമയ സംപ്രേഷണമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരുഭൂമിയിലെ സൂക്ഷിച്ചു ആരാധനയ്ക്കുള്ളതായ സ്വാതന്ത്ര്യങ്ങളും സൗകര്യങ്ങളും കർത്താവ് നമുക്ക് നൽകി തന്നു. ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയോടെ ആയിരിക്കാം. സമയായുസ്സനായ ആരോഗ്യത്തിനായ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
വിലമതിക്കാനാവാത്ത അത് കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്താകിയാൽ കർത്താവെ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആദ്യവൃത്തം തിരുസാന്നിധ്യത്തിന്റെ മറവിലായി തീരുമാനം സ്വർഗമേ സഹായിക്കുമാറാകണം. ഞങ്ങളുടെ കർത്തദാസന്മാരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം കൊടുത്ത സൗഖ്യം കർത്താവെ ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക് ദോഹ പെന്തക്കോസ്ത് അസംബ്ലിയിലെ PUP സെക്രട്ടറി ഹർഷൻ ജോർജിന്റെ കേരളത്തിൽ നടക്കുന്ന ഭവന നിർമ്മാണത്തിൽ സാമ്പത്തിക ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ച് യുവജന പ്രസ്ഥാനത്തിലെ ചില അംഗങ്ങൾ മുമ്പോട്ട് വന്നിരിക്കുന്നു. കേരളം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാന സംഭവമാണ് ഉണ്ണുണ്ണിച്ചാന്റെ തിരോധാനം. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനായി പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ ചാണ്ടി സാറും ഉണ്ണുണ്ണിച്ചാന്റെ ബന്ധുവും അയൽവാസിയുമായ ശ്രീ പ്രസാദ് തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. അവരുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് ചോദിക്കാം. നമസ്കാരം ചാണ്ടി സാർ. ഉണ്ണുണ്ണിച്ചാന്റെ തിരോധാനത്തെ പറ്റി ജനങ്ങളോട് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒരു പൊതുപ്രവർത്തക നിലയ്ക്ക് ഈ വിഷയത്തെ പറ്റി എനിക്ക് വ്യക്തമായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് തിരിച്ചു വരാം. ഉണ്ണുണ്ണിയുടെ ബന്ധുവും അയൽവാസിയുമായ മിസ്റ്റർ പ്രസാദ് തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. എന്താണ് പറയാനുള്ള പ്രസാദ്? പറയൂ. ഉണ്ണുണ്ണിച്ചാന്റെ ബാല്യകാല സുഹൃത്തും ബന്ധു എന്നുള്ള സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ആശയം വളരെ വ്യക്തമാണ്. നമുക്ക് തിരിച്ചു വരാം. സംഭവ സ്ഥലത്ത് നിന്നും ബിൻസി നമ്മോട് ചേരുന്നു. ബിൻസി, എന്താണ് ബിൻസി, കേൾക്കാമോ? ഞങ്ങളിപ്പോ സംഭവ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം നമ്മൾക്ക് ഇവിടുന്ന് നോക്കിയാൽ ഏകദേശം 50 അടി താഴ്ചയും 5 അടി വിസ്താരമുള്ള ഒരു വലിയ പടുകുഴിയിലാണ് ശ്രീ ഉണ്ണുണ്ണി കിടക്കുന്നത്. ആരും തന്നെ ദൃക്സാക്ഷികളായി ഇവിടെ ഇല്ല. ഇതിന്റെ ഏക ഉത്തരവാദി ശ്രീ ഉണ്ണുണ്ണി തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചില ധീരരോധനങ്ങൾ മാത്രമാണ് നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാനസിക നിലയ്ക്ക് എന്തോ തകരാർ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബിൻസിക്ക് ഒരു ചോദ്യം കൂടി. ഗവൺമെന്റ് പരമായി എന്തെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിനെപ്പറ്റി ഒരു വിശദ വിവരങ്ങൾ എനിക്ക് തരാമോ? ബിൻസി, കേൾക്കാമോ? നോബി, കേൾക്കാം. നോബി, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു സഹായ സഹകരണങ്ങൾ ശ്രീ ഉണ്ണുണ്ണിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുപോലെ ഇതിന്റെ ഉത്തരവാദി ആരാണ്, എങ്ങനെയാണ് അദ്ദേഹം വീണത് എന്നൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ശ്രീ ഉണ്ണുണ്ണിയോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ ഉണ്ണുണ്ണി, താങ്കൾക്ക് കേൾക്കാമോ? ശ്രീ ഉണ്ണുണ്ണി, താങ്കൾ എങ്ങനെയാണ് ഈ കുഴിയിൽ അകപ്പെട്ടത്? താങ്കൾ ഇപ്പോൾ എത്ര അടി താഴ്ചയിലാണ് ഇപ്പോൾ കിടക്കുന്നത്? ശ്രീ നോബി, ശ്രീമാൻ ഉണ്ണുണ്ണി വ്യക്തമല്ലാത്ത ചില ഉത്തരങ്ങളാണ് നമുക്ക് തന്നത്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മാനസിക നിലയ്ക്ക് എന്തോ തകരാർ സംഭവിച്ചുകൊണ്ട് ഈ വീഴ്ചയുടെ ആഘാതത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഇതുവരെ അദ്ദേഹത്തിന് ലഭിച്ചില്ല. അദ്ദേഹം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ചില നടപടികൾ എത്രയും വേഗം അദ്ദേഹത്തെ ഈ കുഴിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്മാറ്റക്കുഴി അങ്ങാടിയിൽ നിന്ന് DPA ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ഏവലിനോടൊപ്പം ബിൻസി. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും നിൽക്കുന്നതെല്ലാം ദാനമല്ലേ? എന്നെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ തന്ന ദാനമല്ലേ നിങ്ങൾ അനുഭവിക്കുന്നത്?
ഹേ മനുഷ്യ, നീ അറിയുന്നു നീ എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിൽ ശാസ്ത്രം എത്തിപ്പെടുത്തി. എല്ലാം ശാസ്ത്രമാണ്. ശാസ്ത്രം ഭൂമിയും ഭൂപരം അതിന്റെ ഉപരിതലമെല്ലാം വിട്ട് ബഹിരാകാശ ലോകത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ ദരിദ്ര രാഷ്ട്രമായ ഇന്ത്യ പോലും ഇന്ന് മംഗളയാൻ പ്രോജക്റ്റിലൂടെ ചൊവ്വയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാം ശാസ്ത്രത്തിന്റെ കഴിവാണ്. മനുഷ്യ മനസ്സിനറിയില്ല അവൻ ഉറങ്ങുന്ന താഴെ വലിയൊരു ശാസ്ത്ര സത്യം കിടക്കുന്നത്. ഇവിടെ നമ്മുടെ ഉണ്ണിക്ക് എന്താണ് സംഭവിച്ചത്? ഗ്രാവിറ്റൽ ഫോഴ്സ് ഓഫ് കോൺട്രാക്ടർ മീഡിയ, അതൊരു പ്രത്യേക ശക്തിയാണ്. ഭൂമിയിലേക്ക് എന്ത് വലിച്ചാൽ ഭൂമിയിലേക്ക് അതിനെ ആകർഷിച്ച് നിർത്താനുള്ള അതിന്റെ ശക്തി. ഉണ്ണി, നീ അത് പേരിച്ച് പുറത്തു വരും. നിനക്ക് ശാസ്ത്രത്തെ വിശ്വാസമില്ല. എനിക്ക് ശാസ്ത്രത്തെ വിശ്വാസമില്ല. ശാസ്ത്രത്തെ വിശ്വസിക്കാൻ നിന്നെ ആദ്യം രക്ഷിക്കാൻ കഴിയില്ല. എല്ലാം ശാസ്ത്രമാണ്. ശാസ്ത്രമല്ല ഒന്നുമില്ല. ഒരു കോളത്തിട്ടുണ്ട്. പേര് വക്കീൽ അനിൽ കുർഷിങ്കർ. ചെറുപ്പത്തില് ഞാൻ പല വക്കീലുമാരെ കണ്ടിട്ടുണ്ട്. കോട്ടും സൂട്ടും വലിയ വീടും വണ്ടി ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചതൊക്കെ വലിയ സംഭവമാണ്. ഒരു പെറ്റി കേസ് പോലും കിട്ടാൻ. എന്തായാലും സാരമില്ല. കടയിലുള്ളവരെ ഇന്നെ വേണ്ട. ഈ കുഴിയിൽ കിടക്കാൻ ഉണ്ണുണിച്ചാരോട് ചോദിച്ചു വെക്കാം, എന്തെങ്കിലും രക്ഷയുള്ളൂ. ഉണ്ണുണിച്ചായ ഞാനാണ് വക്കീൽ അനിൽ കുർഷിങ്കർ. ഉണ്ണിച്ചാല് വേണമെങ്കിൽ ഞാൻ ഉണ്ണിച്ചാലെ കേസ് ബാധിച്ച് ഉണ്ണിച്ചാല് ഗവൺമെന്റ് മേടിച്ചാൽ ഉണ്ണിച്ചാല് ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്. എന്റെ ഒരു കണ്ടീഷനേ ഉള്ളൂ, 40% അഡ്വാൻസ് കിട്ടണം. അത്രേ ഉള്ളൂ. ഒന്നും വേണ്ട. എന്നിട്ട് വേണം നീ എനിക്ക് തോക്കുകൾ മേടിച്ചു തരാം. കുഴിയിലാണ് കിടക്കുന്നത്. കുഴിയിലാണ് കിടക്കുന്നത്. അഹങ്കാരം ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്. ഞാൻ കേസ് വാദിക്കണോ വേണ്ട? ശരിയാണ്, ശരി. ഇവരൊന്നും ഒരിക്കലും കൂടെ പിടിക്കാൻ പോകുന്നില്ല. ഞാൻ പോവാണ്. നമ്മൾ മേടിച്ചിട്ടുണ്ട്. അവരുടെ ഫോട്ടോ വാട്സാപ്പിലുണ്ട്. ഞാനാണ് മിന്നൽ വർക്കി. അയ്യോ, ഞാൻ മിന്നലേറ്റ് കിടക്കാക്കി സംഭവിച്ചത് ഞാൻ അറിയില്ല. പിള്ളേരെ പറഞ്ഞില്ലല്ലോ. ഞാനും കാര്യം ചെയ്യാം. എന്റെ കത്തി കൊണ്ടിടുന്നത് അത് ഉള്ളതല്ല. നമ്മുടെ പഴയ എസ് കത്തില്ല. അയ്യോ, അത് ഞാൻ യു കത്തി പോലെ കിടക്കാം. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ നമ്മുടെ പിള്ളേർക്ക് വന്നാലാ. വേണ്ട വേണ്ട വേണ്ട. എന്നാ അവിടെ അയ്യോ ലക്ഷം പിന്നാലെ ലക്ഷം പിന്നാലെ എന്നെ ചാത്തുണിച്ചായോ? പേരും മറന്നുപോയി. നിനക്കറിയോ കുഞ്ഞുനാളിൽ എന്നെ എന്തുമാത്രം എടുത്തോണ്ട് മനുഷ്യനാണോ ഇങ്ങനത്തെ കാര്യമൊക്കെ പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരെ, വീട്ടുകാരെ, ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരെ, നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ഉണ്ണുണ്ണിച്ചാന് പറ്റിയ ഈ ദയനീയ രോദനം നിങ്ങൾ വിജയിപ്പിച്ച നിങ്ങളുടെ MLA ഇവിടെ വന്നോ?
ഞാൻ ചോദിക്കുകയാണ്, വന്നോ? ഇല്ല. നിങ്ങളുടെ ഓരോ കാര്യത്തിലും നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം വർക്കിച്ചാനാണ്. അതെ, ഇതിനെപ്പറ്റി 2 വാക്ക് ആധികാരികമായി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം ശ്രീമാൻ വർക്കിച്ചാനെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട നാട്ടുകാർ, ഇതിനെപ്പറ്റി പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിനുവേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ കളയും. ഉണ്ണുണ്ണിച്ചാന്റെ ഈ തിരോധാനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ കിണറ്റി കിടക്കുന്ന ഉണ്ണുണ്ണിച്ചാനെ എനിക്കും കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്കും കാണാൻ പറ്റുന്നു. ഈ ഉണ്ണുണ്ണിച്ചാൻ ഈ കുഴിയിൽ വീണത് എങ്ങനെ? ഇതിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും പ്രതിബദ്ധത. ഇതിനെതിരെ ഒരു ഗവൺമെന്റിൽ നിന്ന് ഒരു ദ്രുതകർമ്മ സേനയെ വിടണമെന്ന് എന്റെ നിരന്തരമായ ഫോൺ വിളിക്ക് അവർ തന്ന മറുപടി അടച്ചാക്ഷേപം. പല നേതാക്കന്മാരും പല പാക്കേജുകൾ മേടിച്ചെടുക്കുമ്പോൾ ഈ കുഴി കിടക്കുന്ന ഉണ്ണിച്ചാൽ എന്ത് പാക്കേജാണ് ഈ ഗവൺമെന്റ് കൊടുത്തതെന്ന് ഈ നിമിഷം ഞാൻ ചോദിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ മനുഷ്യനിക്കെങ്കിൽ ഇച്ചിരി വെട്ടം കിട്ടാൻ ഞാൻ വൈദ്യുതി ഓടിച്ചെന്നപ്പോൾ അവരെന്നെ ഇറക്കി വിടുകയാണ് ഉണ്ടായത്. പിന്നെയോ ഇതൊക്കെ ഞാൻ സഹിക്കും. ഈ ഉണ്ണുണ്ണിച്ചാനെ എന്റെ സ്വന്തം റിസ്കിൽ കരിയിലിട്ട് പോച്ച് പൊത്തിയായിരിക്കാൻ വേണ്ടി ഒരു വട്ടക്കരിയിൽ ചോദിച്ചപ്പോൾ ഗെറ്റ് ഔട്ട് എന്നല്ലേ പഞ്ചായത്തുകാർ എന്നോട്ട് വന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണുണ്ണി രക്ഷിക്കുമെന്നുള്ള ഒരു ഹർത്താൽ ഞങ്ങൾ ആരംഭിക്കുകയാണ്. നമുക്ക് പൊറോട്ടയും മട്ടക്കറി മേടിച്ചു കൊടുത്തില്ല. ഉണ്ണുണ്ണിച്ചായോ ഞാൻ തിരുവനന്തപുരത്തോട്ട് നടക്കണ്ടോ? ഡൽഹി വിളിച്ചാൽ നടക്കില്ല മോനെ. കൊടക്കറ്റിൽ വേണ്ടേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എനിക്ക് 5-6 വോട്ട് തോപ്പിച്ച് ഈ പ്രാവശ്യം ലക്ഷക്കണക്കിന് വോട്ട് കിട്ടുന്ന ജയിക്കുന്ന അപേക്ഷിച്ചിട്ട് ഞാൻ ഇവിടെ വരുന്നു. എന്നെ രക്ഷിക്കാൻ എന്തോ പറയട്ടെ, നമ്മൾ ഉൾപ്പിടിച്ചാൽ അതുകൊണ്ട് വല്ലാത്തൊരു അർത്ഥം പറ്റിയിരിക്കുവാ. ഞാൻ ചെറുതായിട്ടൊന്ന് കേട്ടായിരുന്നു. അതോ അയൽവാസി എന്നോട് കത്തുന്നുണ്ടായിരുന്നു. അതോ എനിക്കറിയത്തില്ല, അന്നേ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളി പോയല്ലേ എന്തുപറ്റി? മാറ്റത്തിന്റെ പടിക്കുഴിയാണ് പോയി. സംഭവിച്ചത് നമുക്ക് അറിയാമായിരുന്നു. ഞങ്ങൾ ഈ കയറുന്ന ഓമനെ മോളെ നൂലിട്ടോ മകനെ ഉണ്ണുണ്ണി, പ്രാർത്ഥനാ നിരതനായിരുന്നു എന്നെ ദൈവത്തിന്റെ ആത്മാവാണ് ഇവിടെ കൊണ്ടുവരുത്തിച്ചത്. അതെ, വിമാനത്തിന്റെ നടുക്കുടിയിൽ നിന്ന് നിനക്കൊരു വിടുതൽ ആഗ്രഹിക്കുന്നു. നീ നിന്റെ പാപങ്ങളെ സ്വതന്ത്രത്തോടെ പ്രവാസ ജീവിതത്തിൽ നീ ആർജിച്ച ആ ദൈവിക കൃപ അത് നീ വിട്ടുപോയതിനെ ഞാൻ അറിയുന്നു, സമ്മതിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാവ് നിന്നെ കൈവിട്ടുപോയി. മാനസാന്തരം ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ കരുണ പിടിച്ച് ഈ പടുകുഴിയിൽ നിന്ന് എഴുന്നേൽക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പടുകുഴിയിൽ നിന്ന് എന്നെ വ്യാപരിക്കുന്ന ദൈവിക കൃപയാൽ ഞാൻ നിന്നെ ഈ കുഴിയിൽ നിന്ന് കരമേൽക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ലോകത്തിന്റെ പ്രലോഭനം അത് വണ്ണക്കടലാസിൽ പൊതിഞ്ഞ സ്ഫോടക വസ്തു പോലെയാണ്. അത് ഏത് നിമിഷവും നിന്നെ തകർക്കുവാൻ കഴിയും. എന്നാൽ മാറി പോകരുത്. നീ തോക്കേണ്ടവനല്ല, നീ ജയിക്കേണ്ടവനാണ്.
ദൈവം അതിനുള്ള കൃപ നിനക്ക് നൽകുമാറാകട്ടെ. എനിക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കണേ. തീർച്ചയായും മകനെ, തീർച്ചയായും. ദൈവമേ, അങ്ങ് എന്നെ വീണ്ടും സ്നേഹിച്ചല്ലോ. ആ സ്നേഹത്തെ ഞാൻ ഓർക്കുന്നു. ഒരിക്കലും ഈ പിന്മാറ്റത്തിന്റെ കുഴിയിൽ പോയ എന്നെ അങ്ങയുടെ സ്നേഹം എന്നെ വീണ്ടും കടന്നു വന്നല്ലോ. ആ സ്നേഹത്തെ ഞാൻ നന്ദിയോട് ഓർക്കുന്നു. ദൈവമേ, നന്ദിയോട് ഓർക്കുന്നു. അതെ, ഞാൻ കേൾക്കുന്നു. പണ്ടെന്നെ കുഴി വീഴ്ച ഞാൻ കേൾക്കുന്നു. ഇല്ല, ഇനി ഞാൻ നസ്രായന്റെ പേര് പറഞ്ഞ് പണപ്പിരിവ് നടത്താൻ ഇറങ്ങിയിരിക്കുന്നു. നിന്നെ പോലുള്ളവരാണ് ഈ ക്രിസ്ത്യ സമൂഹത്തിൽ നാണക്കേട്. അച്ഛന് വേണ്ടി വലിയൊരു സംഭവം ഇരിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, വേണ്ട. ഒരു പ്രലോഭനത്തിന് ഞാൻ ഇനി വഴങ്ങില്ല. എന്നെ വെടിവെച്ചത് എന്റെ ദൈവമാണ്. ആ ദൈവത്തിന് ആ ദൈവത്തിൽ നിന്ന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം, ആ ക്രൂശിച്ചവരുടെ സ്നേഹത്തിൽ ഞാൻ വീണ്ടും വീണ്ടും നന്ദിയോട് ഓർക്കുന്നു. പ്രിയമുള്ളവരെ, കഷ്ടതയോ നിന്നയോ ദാരിദ്ര്യമോ എന്ത് വന്നാലും ഈ പിന്മാറ്റത്തിന് വഴി നിങ്ങൾ വീടുപോകരുത്. അതിൽ തുണയായി ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മാ ശക്തി നിങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഈ ശക്തി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നമുക്ക് സന്തോഷിക്കാം. ഈ ആത്മാവാണ് ഈ പാട്ട് ഉയരുന്നിതാ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വത്തിൻ രാജൻ എഴുന്നള്ളുന്നു. കൊയ്ത്തിന്റെ അധിപനവൻ. പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ. നേടിയിടാം ലോകത്തേക്കാൾ വിലയേറുമാത്മാവിനെ. പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ. നേടിയിടാം ലോകത്തേക്കാൾ വിലയേറുമാത്മാവിനെ.